ഒരു സിനിമ കാഴ്ചക്കാരോട് പങ്കുവെക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാകണമെന്നില്ല. നമ്മൾ കാണുന്ന രീതിയിലുള്ള അർത്ഥത്തെക്കാൾ ചിത്രം മറ്റു പല ലെയറിലൂടെയും ആശയം പങ്കുവെക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിലൂടെയും അഭിനേതാക്കളുടെ സൂക്ഷ്മമായ ചലനത്തിലൂടെയും പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയാൽ സിനിമ കേവലം ഒരു വിനോദത്തിന് വേണ്ടിയല്ല, മറിച്ച് പല ആശയങ്ങളും പറയുന്നുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നും മനസ്സിലാകും. മലയാളത്തിൽ മാത്രമല്ല, മറ്റു പല ഭാഷകളിലെ സിനിമകളിലും സമാന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 1984 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ആദാമിന്റെ വാരിയല്ല. KG ജോർജ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. KG ജോർജിന്റെ കഥയ്ക്ക് അദ്ദേഹവും കള്ളിക്കാട് രാമചന്ദ്രനും ചേർന്ന് തിരക്കഥയും സംഭാഷണവും എഴുതി. പെണ്ണിന്റെ കഥ പെണ്ണ് തന്നെ പറയുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ. സൂര്യ, സുഹാസിനി, ശ്രീവിദ്യ, വേണുനാഗവള്ളി, മമ്മൂട്ടി, ഭരത് ഗോപി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആഖ്യാന രീതി കൊണ്ട് 80കളിൽ വ്യത്യസ്തമായ ചിത്രമാണ് ആദാമിന്റെ വാരിയല്ല. 3 വ്യത്യസ്ത സ്ത്രീ കഥാപാത്രങ്ങൾ, 3 വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകൾ, സാമ്പത്തികമായുള്ള അതിർവരമ്പുകൾ കഥാപാത്രങ്ങളിൽ കൃത്യമായി കാണാം. അതുവരെ കണ്ടിട്ടില്ലാത്ത പുതുമയാർന്ന കഥ പറയൽ രീതി, സംവിധായകൻ KG ജോർജിനെ അടയാളപ്പെടുത്തിയ സിനിമ. എന്തുകൊണ്ടായിരിക്കാം സംവിധായകൻ സ്ത്രീകളുടെ കഥ പറയുന്ന ചിത്രമായിട്ടും ഹൗവ എന്ന പേര് പറയാതെ ആദാമിന്റെ വാരിയൽ എന്ന് തന്നെ ചിത്രത്തിന് പേര് നൽകിയത്? ഇതിനുള്ള മറുപടി ചിത്രത്തിലെ ശീർഷക ഗാനത്തിൽ തന്നെയുണ്ട്. കണ്ണീരാറ്റിൽ മുങ്ങിത്തപ്പി പെണ്ണെന്ന മുത്തിനെ ആരെടുത്തു എന്ന് തുടങ്ങുന്ന MB ശ്രീനിവാസൻ സംഗീതം നൽകിയ ഈ ഗാനത്തിൽ തന്നെ ഇതിനുള്ള മറുപടി വ്യക്തമാണ്. സമൂഹം ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂട്ടിൽ സ്വന്തമായൊരു പേരുപോലുമില്ലാതെ പുരുഷന്റെ പേരിൽ അറിയപ്പെടാൻ വിധിക്കപ്പെട്ടു പോയ ആദാമിന്റെ വാരിയലായവർ. ഈ ഗാനരചന നിർവഹിച്ചത് ONV കുറുപ്പാണ്. ഗാനം ആലപിച്ചത് ചിത്രത്തിന്റെ സംവിധായകൻ KG ജോർജിന്റെ ഭാര്യയും ഗായികയുമായ സെൽമ ജോർജാണ്. എന്തും സഹിക്കുന്ന ഭൂമിയല്ലോ പെണ്ണെന്ന മുത്തിനും പെറ്റമ്മ, ഉള്ളിലുറഞ്ഞതു കണ്ണീരെന്നാലും മുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കും, അരിമുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കും. സിനിമയിലെ 3 സ്ത്രീകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വാസന്തി. ഇടത്തരം സാമൂഹ്യ ചുറ്റുപാടുകളിലുള്ള വാസന്തി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. ജോലി കഴിഞ്ഞെത്തുന്ന വാസന്തി സ്കൂളിൽ നിന്ന് മകനെ കൂട്ടി വീട്ടിലെത്തുമ്പോൾ പൂമുഖവാതിക്കൽ നിറപുഞ്ചിരിയോടെ അവളെ കാത്തിരിക്കാൻ ആരുമില്ല. മദ്യപാനിയായ തൊഴിൽരഹിതനായ ഭർത്താവും ശാപവാക്കുകളുമായി കുത്തിനോവിക്കുന്ന ഭർത്തൃമാതാവുമുള്ള കുടുംബത്തിൽ വാസന്തിയുടെ ഏക ആശ്വാസം തന്റെ മകനാണ്. വീട് നോക്കുന്ന ഗൃഹനാഥന് നൽകുന്ന പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇതേ ജോലികൾ ചെയ്യുന്ന വാസന്തിക്ക് ലഭിക്കുന്നില്ല. വാസന്തിയുടെ അടുക്കളയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അടുക്കളയും തമ്മിൽ സാമ്യതകൾ ഏറെയാണ്. 2 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങളായിട്ടും അടുക്കളയിൽ ഒറ്റപ്പെട്ടുപോയ സ്ത്രീക്ക് ഒരേ മുഖമാണ്. വാസന്തി പരിഭവം ഏതുമില്ലാതെ ഓഫീസിലെ ജോലികളുടെ ക്ഷീണം മറച്ചുവെച്ച വിധിക്കപ്പെട്ടുപോയ തന്റെ കടമ ചെയ്യാൻ പെടാപ്പാട് പെടുന്നു. അതേസമയം സമൂഹം വിധിച്ച ഇതേ കടമകൾ ചെയ്യാതെ ഒളിച്ചോടി മദ്യത്തിൽ അഭയം തേടിയ ഗോപിയെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇത് വളരെ പ്രസക്തമാണ്. പക്ഷെ വാസന്തിക്ക് അങ്ങനെ ഒരു ഒളിച്ചോട്ടം സാധിക്കുന്നില്ല. ഭർത്താവിന് വേണ്ടി പട്ടിണിയിരുന്ന് ഭക്ഷണം വിളമ്പി നൽകാൻ കാത്തിരിക്കുന്നു. വാസന്തിയെ ചിലരെങ്കിലും ഉത്തമ ഭാര്യയുടെ ഉദാഹരണമായി കാണുന്നുണ്ടെങ്കിലും മാറി വന്ന കാലഘട്ടത്തിൽ ഈ കാത്തിരിപ്പും ഭർത്താവിന്റെ എച്ചിൽ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത് ഒരു വിഭാഗം കാഴ്ചക്കാർക്ക് മനം മടുപ്പിക്കുന്നുണ്ട്.
Fill each other's cup, but drink not from one cup. Give one another of your bread, but eat not from the same loaf. ഗോപിക്ക് ഭക്ഷണം വിളമ്പി നൽകാൻ വാസന്തി കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിന്റെ പിന്നിലെ കാരണം എന്താണ്? ആരാണ് അവളോട് കാത്തിരിക്കാൻ പറഞ്ഞത്? ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന വാസന്തി ഭക്ഷണവും തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു വേള അവൾ ഉറങ്ങി വീഴുന്നുമുണ്ട്. മദ്യപാനിയായ ഭർത്താവിന് വിളമ്പി നൽകിയ അതേ പാത്രത്തിൽ നിന്ന് തന്നെ അവൾ അവളുടെ അത്താഴവും കഴിക്കുന്നുണ്ട്. ഭർത്താവ് അവളോട് കഴിച്ചോ എന്ന് പോലും ചോദിക്കുന്നില്ല. പരസ്പരം ഇല്ലാതെ പോയ ബഹുമാനവും സമൂഹം അവളോട് പറഞ്ഞ ഉത്തമ ഭാര്യയുടെ കടമയിലും അവൾ വലയുകയാണ്. പക്ഷെ അവൾ അത് കൃത്യമായി ചെയ്യുന്നു. എന്തിനായിരിക്കാം ഇങ്ങനെ? ശ്വാസമുട്ടി എന്തിന് സഹിക്കുന്നു? പ്രേക്ഷകർക്കും ഈ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ലൈംഗികത എന്നാൽ ഉഭയസമ്മതപ്രകാരമുള്ള സ്നേഹാവിഷ്കാരം എന്ന ചിന്തയ്ക്ക് പോലും അവിടെ സ്ഥാനമില്ല. മറിച്ചത് പുരുഷന്റെ മാത്രം അവകാശമായി മാറുന്നിടത്ത് വാസന്തി മുറിവേൽക്കുന്നു. വാസന്തിയുടെ അവസ്ഥ കാഴ്ചക്കാർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കുടുംബവും ജോലിയും അവളെ ഒരുപോലെ തളർത്തുകയാണ്. അവൾക്ക് ശാരീരികവും അതിനുപരി മാനസിക അസ്വസ്ഥതകളുമുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാനും അത് കേൾക്കാനും ആരുമില്ലാതെ വാസന്തി പുകയുകയാണ്. അവളുടെ ശാരീരിക അസ്വസ്ഥതകളെ ഗർഭമായി ചിത്രീകരിച്ച് കളിയാക്കി ചിരിക്കാൻ ഓഫീസിലുള്ളവർ സമയം കണ്ടെത്തുമ്പോഴും പ്രേക്ഷകർക്ക് വാസന്തിയുടെ അവസ്ഥ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന അവളോട് മദ്യപാനിയായ ഭർത്താവ് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മാനസികമായി വാസന്തി ഒരുപാട് തളരുന്നുണ്ട്. മരിച്ചുപോയ തന്നോട് ഏറെ സ്നേഹമുണ്ടായിരുന്ന തന്റെ അമ്മാവനെ വാസന്തിയുടെ തെറ്റിയ മനോനില പുനഃസൃഷ്ടിക്കുന്നു. അതോടെ വാസന്തിക്ക് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്നേഹവും പരിഗണനയും തന്റെ മനോരാജ്യത്തിലെ അമ്മാവനിലൂടെ ലഭിക്കുന്നു. ആ വീട്ടിലെ അധികാരത്തിന്റെ ബിംബമായ കസേരയിൽ അമ്മാവൻ അവളെ ഇരുത്തുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാസന്തിയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിയുക. ആജ്ഞാപിക്കാൻ ആരംഭിച്ച അവളുടെ ദൃഢസ്വരത്തെ കുടുംബം ഒന്നാകെ ഭയക്കുന്നുണ്ട്. ബാധകേറിയതാണെന്ന് പറഞ്ഞ് അവളെ വീണ്ടും ശാരീരികമായി ഉപദ്രവിക്കുന്നു. പക്ഷെ താളം തെറ്റി അവളുടെ അവസ്ഥയ്ക്ക് പിന്നിൽ കുടുംബത്തിന്റെ പങ്ക് അവർ ബോധപൂർവം നിരാകരിക്കുകയാണ്. വാസന്തിയെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുമ്പോൾ ഡോക്ടർ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഭർത്താവിന്റെ സ്നേഹവും പിന്തുണയുടെയും കാര്യം ഡോക്ടർ പറയുന്നു. പക്ഷെ കാര്യങ്ങളുടെ ഗൗരവം ഗോപി മനസ്സിലാക്കുന്നില്ല. ഇതിന് മരുന്നുണ്ടോ എന്നാണ് അയാളുടെ മറുചോദ്യം. സമൂഹം ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂടിൽ നിന്നും വാസന്തി രക്ഷപ്പെട്ടത് മനോരോഗിയായിട്ടാണ്. ഡോക്ടർ ആവശ്യപ്പെട്ട ഒത്തൊരുമിച്ച പ്രവർത്തനവും കുടുംബ ബന്ധത്തിലെ സ്ഥായിയായ മാറ്റവും ഗോപിക്ക് സാധിച്ചില്ല. അവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തള്ളിവിടുകയാണ് അയാൾ ചെയ്തത്. വാസന്തി ഒരു പരാജിതയാണ്. പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ തോറ്റുപോയതാണ്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കാൻ സ്ഥലം കണ്ടെത്തുകയാണ് അവൾ ചെയ്തത്. അവസാനം അവൾ തന്നോടൊപ്പം അമ്മാവനും വരുന്നതായി കാണുന്നു. തന്നെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും ആ പ്രതിബിംബത്തിന് മാത്രമേ ആകുന്നുള്ളൂ എന്നവൾ മനസ്സിലാക്കുന്നു. അവൾ അമ്മാവനെ മാത്രമല്ല നോക്കിച്ചിരിക്കുന്നത്. ആ ചിരി ഒരു നോവും 100,000 ചോദ്യവുമാണ്. സ്വന്തം മാനസിക നില താളം തെറ്റിച്ച കുടുംബജീവിതം, സമൂഹം ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂട്ടിൽ പൊലിയാൻ വിധിക്കപ്പെട്ടു പോയ ജീവിതം, ഇവ വെച്ചു നീട്ടിയ സമൂഹത്തോട് തൃപ്തിയായോ എന്ന ചോദ്യമാണ് ആ ചിരി. പക്ഷെ ഇതും ഒരു ഒളിച്ചോട്ടമാണ് ജീവിതത്തിൽ നിന്ന്. ആലിസ് ആണ് ചിത്രത്തിലെ ദുരൂഹത നിലനിർത്തുന്ന കഥാപാത്രം. സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നിലുള്ള കുടുംബത്തിലെ സ്ത്രീയാണവർ. ബിസിനസ്സുകാരനായ ഭർത്താവ്, 2 മക്കൾ, വീട്ടുജോലിക്കാർ, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സ്വർഗം കണക്കുള്ള ജീവിതം. പക്ഷെ വീടിന്റെ ഉള്ളറകളിൽ അങ്ങനെയല്ല. ദുരൂഹത നിറഞ്ഞ കുടുംബാന്തരീക്ഷമാണ് ആലിസിന്റേത്. ആരുമായും സ്നേഹബന്ധമില്ല. പകൽ മദ്യവും ക്ലബ്ബുമായുള്ള സൗഹൃദവും, രാത്രികാലങ്ങളിൽ ഉറക്കഗുളിക കഴിച്ചുള്ള മയക്കം. യുവ എഞ്ചിനീയറുമായി ആലിസ് പ്രണയത്തിലാണ്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ദഹിക്കാത്ത ഒരു അന്തരീക്ഷം. പക്ഷെ ആ വീടിനുള്ളിലെ ദുരൂഹത നീങ്ങുന്നില്ല. രാത്രികാലങ്ങളിൽ കൂട്ടുകാരുമായി ഭർത്താവ് മാമച്ചൻ ബിസിനസ് മീറ്റിംഗിനായി വീട്ടിലെത്തുന്നത് മുതൽ ശാരീരിക ബന്ധത്തിനായി മാമച്ചൻ വേലക്കാരിയുടെ അടുത്ത് എത്തുന്നത് വരെ കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആലിസ് ശ്രദ്ധിക്കുന്നേയില്ല. അവൾക്കറിയുന്ന ബന്ധമായിട്ടും അവൾ നിശബ്ദത പാലിക്കുന്നു. വേലക്കാരി അമ്മിണി ഗർഭിണിയായത് മുതലാണ് ആലിസിന്റെ വീട്ടിലെ ദുരൂഹത മറന്നീക്കി വരുന്നത്. സ്വന്തം ബിസിനസ് ലാഭത്തിന് വേണ്ടി മാമച്ചൻ ആലിസിനെ കാഴ്ചവെച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതോടെ പിന്നീടുള്ള ആലിസിന്റെ അവസ്ഥയെ ന്യായീകരിക്കാൻ കാഴ്ചക്കാർക്ക് സാധിക്കും. അർഹിക്കുന്ന പരിഗണന ഭർത്താവിൽ നിന്നും ലഭിക്കാതെ അയാൾ അവർക്ക് അന്യായി പോകുന്നു. ഭർത്താവുമൊത്തുള്ള സംഭാഷണത്തിൽ അവരുടെ ബന്ധത്തിന്റെ വരൾച്ച വ്യക്തമാണ്. സ്നേഹം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആലിസ് യുവ എഞ്ചിനീയറുമായി പ്രണയത്തിലാകുന്നത്. പണത്തിന് പിന്നാലെ ഓടുന്ന മാമച്ചനിൽ നിന്ന് ലഭിക്കാത്ത കരുതൽ കാമുകനിൽ നിന്ന് ലഭിച്ചു. പക്ഷെ അവൾ അവിടെയും ചതിക്കപ്പെട്ടു.
കാമുകന്റെ പരിഗണനയ്ക്കും സ്നേഹത്തിനും ഒരു ഉറക്കത്തിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ആലീസ് ആൾക്കൂട്ടത്തിൽ തനിയെ. കുട്ടികളിൽ നിന്നും ഭർത്താവിൽ നിന്നും അവർ ആഗ്രഹിച്ച സ്നേഹവും പരിഗണനയും ലഭിക്കുക മാത്രമല്ല, കൊടുക്കാനും ആലിസിന് സാധിക്കുന്നില്ല. ഒരു ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത പൂർവ്വകാല ഓർമ്മകളാണ് ഇതിന് ആധാരം. തന്റെ ബിസിനസ് പങ്കാളികൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കാഴ്ചവെക്കുന്നുണ്ട് മാമച്ചൻ. മാമച്ചനും പുരുഷാധിപത്യ സമൂഹത്തിന്റെ നേർരൂപമാണ്. പെങ്ങളെ കൂടി തന്റെ ഒപ്പം പഠിക്കാൻ വിടണമെന്ന മകന്റെ ആവശ്യത്തിന് പെണ്ണ് പഠിച്ചിട്ട് എന്തിനാണ്, നീയല്ലേ എന്റെ ബിസിനസ് നോക്കി നടത്തേണ്ടതെന്നാണ് മാമച്ചന്റെ മറുപടി. സ്കൂൾ വിദ്യാർത്ഥിയായ ആലിസിന്റെ മകൾ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയി. ചുറ്റും കൂടിയ ബന്ധുക്കൾ പെൺകുട്ടിയുടെ കല്യാണ ഭാവിയെക്കുറിച്ച് മാത്രം ആലോചിച്ച് ആകുലതപ്പെടുമ്പോൾ വളർത്താൻ പഠിക്കണം, നീ ഒരു തള്ളയാണോ എന്ന മാമച്ചന്റെ ചോദ്യത്തിന് ആലിസിന്റെ മറുപടി നോട്ടത്തിൽ എല്ലാവർക്കുമുള്ള ഉത്തരമുണ്ട്. ഉത്തരവാദിത്തം തുല്യമായി പങ്കുവെക്കേണ്ടതാണെന്ന് സംവിധായകൻ പറയുന്നു. ചിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു രംഗം ആലിസ് സ്വന്തം വീട്ടിൽ എത്തുമ്പോഴുള്ള ചർച്ചയാണ്. ബന്ധം വേർപ്പെടുത്തണമെന്ന ആലിസിന്റെ ആവശ്യത്തെ കുടുംബവും മതവും എതിർക്കുന്നുണ്ട്. വിവാഹമോചനം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഇടമല്ലാതെ മാറുന്നതിന്റെ നേർചിത്രം ഈ സീനിലൂടെ വ്യക്തമാക്കുകയാണ്. ഇത് നിന്റെ വീടല്ല എന്ന് പറഞ്ഞാണ് ആലിസിനെ എല്ലാവരും മടക്കി വിടുന്നത്. സമകാലിക സംഭവങ്ങളുമായി വളരെയധികം ബന്ധമുണ്ട് ഈ രംഗത്തിന്. മാമച്ചന്റെ വീട്ടിൽ തിരികെ എത്തുന്ന ആലിസ് തീർത്തും അസ്വസ്ഥയാണ്. അവർ മരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഉറക്ക ഗുളികകൾ അമിതമായി കഴിക്കുന്നു. ആലിസ് മരിച്ചു കിടക്കുമ്പോൾ അകത്തുള്ള ആലിസിന്റെ നായ പുറത്തേക്ക് മറ്റൊരു നായ്ക്കൊപ്പം പോകുന്നത് കാണാം. മൃഗങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തപ്പോൾ ആലിസ് തന്റെ മരണത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുള്ളൂ. അമ്മിണിയാണ് ചിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രം. ആലിസിന്റെ വീട്ടിലെ അടുക്കള ജോലിക്കാരിയാണ് അവൾ. ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും നഷ്ടമായ അവളുടെ ആശ്രയം ആ വീടാണ്. പക്ഷെ അവളുടെ ജീവിതത്തിൽ വില്ലനായി എത്തുന്നത് ആലിസിന്റെ ഭർത്താവ് മാമച്ചനാണ്. അയാൾ അമ്മിണിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു, ഗർഭിണിയാക്കുന്നു. അവൾ ആ വീട്ടിലെ ഭാരമാകുന്നു. തുടർന്ന് അവളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അമ്മിണിക്ക് ശബ്ദമില്ലാതെയാകുന്നു. തന്റെ ഗർഭത്തിന് ഉത്തരവാദി അവൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അവൾ ഒറ്റപ്പെടുന്നു. മാമച്ചന്റെ പണി സൈറ്റിലേക്കാണ് ഗർഭം മറച്ചുവെക്കാൻ അമ്മിണി അയക്കുന്നത്. പൊന്നമ്മ എന്ന സ്ത്രീയുടെ സംരക്ഷണത്തിലാണ് അമ്മിണി കഴിയുന്നത്. പണിസെറ്റിലെത്തുന്ന മാമച്ചനെ ദൂരെ നിന്ന് നോക്കി വിങ്ങിപ്പൊട്ടുന്ന അമ്മിണി കാഴ്ചക്കാരിലും സങ്കടം നിറയ്ക്കും. കുടുംബത്തോട് പോലും സ്നേഹവും കരുതലുമില്ലാത്ത മാമച്ചനിൽ നിന്ന് അവൾക്കിനി ഒന്നും ലഭിക്കാനില്ല. പ്രസവത്തിന് ആശുപത്രിയിൽ എത്തുന്ന അമ്മിണിക്ക് കൂട്ടായി എത്തുന്നത് പൊന്നമ്മയാണ്. ഗവൺമെന്റ് ആശുപത്രിയിലെ അന്നത്തെ കാലത്തെ നേർചിത്രവും ഈ രംഗങ്ങളിൽ സംവിധായകൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൈസ ചുരുട്ടി നൽകി ആശുപത്രിയിൽ നടതള്ളി പോകുന്ന പൊന്നമ്മ മാമച്ചന്റെ നന്ദിയില്ലായ്മയെക്കുറിച്ച് പുലമ്പുന്നുണ്ട്. അവരും ഒരു ഇരയാണ്. പൊന്നമ്മ ചുരുട്ടി നൽകിയ പൈസയിൽ നോക്കുന്ന അമ്മിണി കാഴ്ചക്കാരിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവിയും അമ്മയുടെ ഭാവിയും കുറിച്ചോർത്ത് ആകുലതപ്പെടാൻ വഴിവെക്കുന്നു. പ്രസവ മുറിയിലെ അപമാനങ്ങൾക്ക് പ്രസവത്തെക്കാൾ വേദനയാണ് ആ ആശുപത്രി നൽകിയത്. കുട്ടിയുമായി അമ്മിണിക്ക് പോകാൻ ഒരിടമില്ല. അവൾ കടത്തിണ്ണയിലേക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. കുട്ടിയെ അവൾ ഒരു വീട്ടുമുറ്റത്ത് ഉപേക്ഷിക്കുന്നു. ഇരുട്ടിന്റെ മറവിൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് പോലീസ് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതൊരു രക്ഷപ്പെടലാകണമെന്ന് കാഴ്ചക്കാർ ആഗ്രഹിക്കുന്നു. റെസ്ക്യൂ ഹോമിൽ എത്തപ്പെട്ട അമ്മിണിക്കൊപ്പം ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. പല കാരണങ്ങളാൽ അമ്മിണിക്ക് മുൻപ് എത്തിയവരാണവർ. പെട്ടെന്ന് അമ്മിണി എഴുന്നേറ്റ് കൂടെയുള്ള സ്ത്രീകളോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. പിന്നീടുള്ള രംഗങ്ങൾ ചരിത്രമാണ്. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രംഗമാണ് പിന്നീട് സംഭവിക്കുന്നത്. കൂട്ടത്തോടെ റെസ്ക്യൂ ഹോമിന് പുറത്തേക്ക് ഓടുന്നവർ ആ രംഗം പകർത്തുന്ന ക്യാമറമാൻ രാമചന്ദ്ര ബാബുവിനെയും സംവിധായകൻ KG ജോർജിനെയും മറ്റണിയറ പ്രവർത്തകരെയും തള്ളിമാറ്റി വീണ്ടും ഓടുകയാണ്. ജീവിതത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയവർ ഏറ്റവും ശക്തരാവുകയാണ് ചെയ്തത്. സമൂഹം വരിഞ്ഞു കെട്ടിയ കയറുകൾ പറിച്ചെറിഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള രക്ഷപ്പെടലായി ഈ ഓട്ടത്തെ നമുക്ക് ചിത്രീകരിക്കാം. വാസന്തി മനോരോഗിയായി മാറുന്നതിലൂടെയും ആലിസ് ആത്മഹത്യയിലൂടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് അമ്മിണിയാണ്. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് സംവിധായകൻ അമ്മിണിയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ല, ജീവിക്കണം. ആ ഉറച്ച തീരുമാനം അവൾക്കുണ്ട്. യാതൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് കുട്ടിയെ ഉപേക്ഷിക്കുന്ന അമ്മിണി റെസ്ക്യൂ ഹോമിലെത്തുന്നത്. താൻ ജീവിച്ചു വന്ന സാഹചര്യം തന്നെയാണ് അവൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകുന്നത്. കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് അമ്മിണിയെ വിമർശിക്കുന്നവർ ഇന്നുമുണ്ട്. കുട്ടി അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാകുമ്പോൾ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും.
ഈ 3 സ്ത്രീ കഥാപാത്രങ്ങളല്ലാതെ സിനിമയിൽ വന്നുപോകുന്ന മറ്റു സ്ത്രീകളും പല രാഷ്ട്രീയവും പറഞ്ഞു വെക്കുന്നുണ്ട്. വാസന്തിക്ക് ഒരു ആശ്വാസം ഓഫീസിൽ നൽകുന്നത് തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അവർ മാത്രമാണ് അവളെ മനസ്സിലാക്കുന്നത്. വാസന്തിയെ ഓഫീസിൽ കാണാതാകുമ്പോൾ അവർ മാത്രമാണ് അന്വേഷിച്ചു വരുന്നത് തന്നെ. വാസന്തിയുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടിൽ അവർ കൂടെ നിൽക്കുന്നു, ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. വാസന്തിയുടെ അമ്മയുടെ ഇടപെടലും അത്തരത്തിൽ തന്നെയാണ്. വാസന്തി അവർ കഴിയുന്നത് പോലെ സഹായിക്കുന്നുണ്ട്. അടുക്കളപ്പണിയിലടക്കം ഈ സഹായം കാണിക്കുന്നുണ്ട്. അമ്മിണിക്കും ആലീസിനും പക്ഷേ ഈ സ്ത്രീകളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നില്ല. അവർ തീർത്തും ഒറ്റപ്പെടുകയാണ്. ഈ ഒറ്റപ്പെടൽ തന്നെയാണ് ആലീസിന്റെ മകളും അനുഭവിക്കുന്നത്. ഇവിടെ ആശ്വാസമായി അവൾക്കെത്തിയ കാമുകൻ പക്ഷേ അവളെ ചതിക്കാൻ മാത്രമാണ് കൂടെ നിന്നത്. ഇവിടെ ആലീസിനെ കുറ്റപ്പെടുത്തിയെത്തുന്ന ബന്ധുവായ സ്ത്രീയും പറയുന്നത് അവളൊരു പെണ്ണാണ്, അവളുടെ ഭാവി ജീവിതം എങ്ങനെയാകുമെന്ന ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പലവിധ അഭിപ്രായമുള്ള പലവിധ സ്ത്രീകളെ നമുക്ക് ആദാമിന്റെ വാര്യലിൽ കാണാൻ സാധിക്കും. പക്ഷെ അമ്മിണി തനിക്കുണ്ടായ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവൾ തന്റെ സഹജീവിയോടുള്ള സ്നേഹം തന്നെയാണ് അവസാനം നമ്മൾക്കിവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. വീർപ്പ് മുട്ടുന്ന ഒരു സ്ത്രീ തന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സ്ത്രീകൾ ഒരിക്കലും സ്ത്രീകളുടെ ശത്രുവായി മാറരുത്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും തന്നെ വേണം സ്ത്രീകൾ ജീവിക്കാൻ എന്നതും ഇതിലൂടെ പറഞ്ഞു വെക്കുന്നു. ഈ ഒരു സമയത്താണ് പുലിറ്റ്സർ പ്രൈസ് ജേതാവായ ആലിസ് വോക്കറിന്റെ കളർ പേർപ്പിൾ എന്ന നോവലിന്റെ പ്രസക്തിയും മനസ്സിലാകുന്നത്. പുരുഷാധിപത്യത്തിലുള്ള ഒരു സമൂഹം, പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾക്ക് പുറമെ വംശീയമായി കൂടി ഈ സ്ത്രീകൾ അതിന്റെയും ദുരിതം അനുഭവിക്കുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരുന്ന അവർക്ക് താങ്ങായും തണലായും കൂടെ നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇതെല്ലാം ഈ സിനിമയിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. സിനിമ എന്നത് പലർക്കും സമയം കൊല്ലിയാണ്. പക്ഷേ വെറും നേരം പോക്കും മാത്രമല്ല പല സിനിമകളും, പ്രത്യേകിച്ച് ക്ലാസിക് സിനിമകൾ. അവയിലൂടെ സംവിധായകനും എഴുത്തുകാരനും സംവദിക്കുന്ന 100,000 ആശയങ്ങളുണ്ട്. അഭിനേതാവിന്റെ ചലനത്തിലടക്കം പല കാര്യങ്ങളും പ്രേക്ഷകരോട് ആശയവിനിമയം നടത്താറുണ്ട്. പക്ഷെ പലപ്പോഴും കാഴ്ചക്കാർക്ക് അവ മനസ്സിലാകാതെ പോകുകയും അവാർഡ് സിനിമ എന്ന് മുദ്ര കുത്തപ്പെടുകയും ചെയ്യാറുണ്ട്. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ സൃഷ്ടി അതെന്തുമായിക്കോട്ടെ, അത് പ്രേക്ഷകരിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രേക്ഷകന്റേതാണ്. സൃഷ്ടാവിന്റെ ആശയത്തിനപ്പുറം അവ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമുള്ള അവകാശം കാഴ്ചക്കാരനാണ്. അതാണ് യഥാർത്ഥ ക്രിറ്റിസിസം. പലരും ഈ ഒരു ക്രിറ്റിസിസം ചെയ്യാറില്ല. കണ്ടിട്ട് വെറുതെ തുപ്പിക്കളയുമ്പോൾ ആ കലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണത്. സാധാരണക്കാർക്ക് ഒരു സിനിമ അതെങ്ങനെ കാണണം, അതിലൂടെ എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, സംവിധായകൻ എന്താണ് പറയുന്നത്, അഭിനേതാവ് എന്താണ് ആശയവിനിമയം നടത്തുന്നത് മുതലായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.